എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറഞ്ഞ മാറിന് ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ പറ്റണ മാറി ഒരു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട്. സ്കൂളുള്ള ഒരു ദിവസം നമ്മുടെ എങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് രാവിലത്തെ ടിഫിൻ്റെ പരിപാടികളും തിരക്കുകളും ഒക്കെയാണ്. നമുക്ക് ടിഫിൻ വന്നിട്ട് പൂരിയും അതിക്ക് നല്ല ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഉഴുന്നപ്പരിപ്പും കടുകും പൊട്ടിച്ചു, പച്ചമുളക്, ചുമന്ന മുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളിയും കൂടെ നുറുക്കിയിട്ട് കൊടുക്കണം, പിന്നെ ഇഞ്ചി നുറുക്കിയതും. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് 2 എണ്ണം ഞാൻ കീറിയിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ അതിങ്ങോട്ട് ഉടച്ച് ഇതിലോട്ട് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഭൂരി നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇവിടെ എൻ്റെ ഉണ്ണിയോക്ക് ചപ്പാത്തിയും പൂരിയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറയും, നീ എത്ര ചപ്പാത്തിയും പൂരി ഉണ്ടാക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ണിടുക എന്നുള്ളത്. കാരണം ഇത്രയും അധികം കഴിക്കുമെന്ന് ഓർക്കൂലേ. ഇത് ഒറ്റ ഇരിപ്പിന് ഒരു നേരം കഴിച്ച് തീർക്കൊന്നുമില്ല കേട്ടോ. ഞാൻ പൂരിയും ചപ്പാത്തിയാണെങ്കിലും കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കും. കാരണം ഒരു സ്കൂൾ വരുന്ന സമയത്തും നല്ല രൂക്ക് കഴിക്കും. ഇനി വീട്ടിലിരിക്കുകയാണെങ്കിൽ അന്തിയോളം ഓരോന്നെടുത്ത് കഴിക്കും. എൻ്റെ അടുപ്പ് നല്ലോണം പൊളിഞ്ഞൂല്ലോ. ആ കാരണം കൊണ്ട് ഞാൻ മഴക്കാലത്തേക്ക് ഒരുപാട് വിറക് പോലെ കൂടി ഒന്നും കരുതിയില്ല കേട്ടോ. എപ്പോഴേലൊക്കെ ഇറച്ചിയോ മീനോ കുറച്ചധികമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് ഞാൻ അടുപ്പ് എങ്ങനെയൊക്കെ കത്തിച്ചെടുക്കലുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് ആ കാരണം കൊണ്ട് ഇതുപോലെ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഗ്യാസ് പെട്ടെന്ന് അങ്ങോട്ട് തീരുകയാണ്. ഒരു മാസമൊന്നും ഇപ്പോൾ ഗ്യാസും കുറ്റി നിൽക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല, ഉണ്ടാക്കും തിന്നും വെച്ചുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് തീരുമില്ലല്ലോ. പിന്നെ ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ ചുക്കുവെള്ളം ഇരട്ടി വയ്ക്കും. ഇപ്പോൾ മഴക്കാലത്തും അതുപോലെ തന്നെ ചുക്കുവെള്ളം വെക്കുന്നതിനൊരു കമ്മിയാക്കണില്ല കേട്ടോ. എന്താ വെച്ചാൽ വെള്ളം കൂടി ഇത്തിരി കമ്മിയായി കഴിഞ്ഞാൽ കെട്ടിയോനായാലും ഇക്കായാലും ഒക്കെ നല്ല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് വെള്ളം കൂടി അങ്ങനെ തദൃശ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അന്ന് പൂരിക്കുള്ള ഇഷ്ടൻ്റെ ഉണ്ണിയാണ് ഉണ്ടാക്കുന്നത്. കിഴങ്ങൊക്കെ തോലൊക്കെ കളഞ്ഞതുപോലെ ഉടച്ച് തന്നു. ഉള്ളിയൊക്കെ ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് ഇളക്കിക്കേ. അപ്പോൾ ഇനി കിഴങ്ങും കൂടെ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ അവസാനം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉണ്ണിയുടെ വകയാണ് ഇഷ്ടമെന്ന് എല്ലായിടത്തും പറയാം കേട്ടോ. ഉണ്ണി ഉണ്ടാക്കിയതാണ്, ഇങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അമ്മ നോക്കിയിട്ട് പറയാമൊക്കെ പറഞ്ഞപ്പോൾ ഇതിപ്പോൾ പണി അമ്മ ചെയ്തിട്ട് തന്നെ ഒന്ന് തൊടിയിപ്പിച്ചു, എന്നിട്ട് ക്രെഡിറ്റൊക്കെ തരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനങ്ങനെ ചെയ്തോളാം, എനിക്കിപ്പോഴും ഇഷ്ടം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പഠിഞ്ഞിട്ടൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോഴും പറയും, നിൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുട്ടിയായി, എനിക്കൊരു കുക്കിങ്ങും അറിയില്ലായിരുന്നു, ഞാനതെല്ലാം പഠിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കേട്ടവൻ പറയും, അമ്മയുടെ കല്യാണം ഈ പ്രായത്തിൽ കഴിഞ്ഞതിന് ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ കല്യാണം കഴിക്കണോ, അങ്ങനെയാണ് അമ്മ പറയുന്നത് എന്നൊക്കെയാണ്. അപ്പം ഞാൻ പറയും, കല്യാണമൊന്നും കഴിക്കണ്ട, പക്ഷേ ഇതുപോലെ അല്ലറ ചില്ലറ വീട്ടിലത്തെ കാര്യങ്ങളും പണികളൊക്കെ പഠിച്ചൂടെ, ആ പ്രായത്തിൽ എനിക്കതെല്ലാം ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ പ്രായത്തിൽ നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാടാ എന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട് കേട്ടോ. അതിനൊന്നും വേണ്ടി അല്ലെങ്കിലും അവനവന് കുറച്ച് അതുപോലെ കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും അവനവൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ഇത്തിരി പഠിക്കുന്നത് നല്ലതാണല്ലോ. നമ്മളില്ലാത്തൊരു കാലത്തും ഉന്നോട് ബുദ്ധിമുട്ടരുതല്ലോ അല്ലേ. അപ്പോൾ അതാ ഇഷ്ടമെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വേണേൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഇട്ട മഞ്ഞപ്പൊടിയുടെ ആ ഒരു നിറം തന്നെയുള്ളേ. അച്ചു ഓരോരോ പൂരി എടുത്ത് തിന്നുമ്പോഴും കയ്യത്ത അതിലുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ എൻ്റെ ഡ്രസ്സിലാണ് തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ചെറിയും കൂടെ ആ എണ്ണ പിടിച്ച ആ ഭാഗത്ത് തന്നെ അവിടെ ഉരച്ച് തുടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അടയിൽ വേറെ തുണികളൊക്കെ ഉണ്ട്, അതൊന്നും ഓന് പറ്റൂല. ഇന്ന് നല്ല തിരക്ക് പിടിച്ച ദിവസമാണ്. അച്ചൂസിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വേണം എനിക്കും ആദ്യം കൂടെ എങ്ങനെ സ്കൂളിലേക്ക്. അല്ല, ഏട്ടനെ ഞങ്ങളുടെ ആക്കി തരും, എന്നിട്ടേ ഞാൻ പുറത്തിട്ടുള്ളൂ. അയ്യപ്പങ്കാവിക്കല്ല, മുണ്ടക്കോട്ട് നിന്ന് കാര്യസാധ്യത്തിന്റെ വഴിപാടാണ്. ഒരു പ്ലേറ്റ് എടുത്തിട്ട് വരൂ ആദി, എന്നിട്ട് വരൂ. ഭൂരിയൊക്കെ ഏകദേശം ഇങ്ങനെ ചുട്ടാവണു. അപ്പോഴത്തേക്കും നമ്മളെ നല്ലോണം തിളച്ച് കുറുകി. അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു, 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ചേർത്ത് ഒരു അരമുറി കുഞ്ഞി തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്തതാണ് കേട്ടോ, ഇത്തിരി വെള്ളത്തോടൊക്കെ ആയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ ഓഫാക്കി. പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു, അതെല്ലാം നുറുക്കിയിട്ടു. ഒരു പൊടിക്ക് ഉപ്പിൻ്റെ കമ്മിയും തോന്നി, അപ്പോൾ അതും ഇട്ട് ഇളക്കി ഇതാ നല്ല അടിപൊളി ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അധികം ചപ്പാത്തിക്കും പൂരിക്കും
അതുപോലെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെയൊക്കെ ആക്കുമ്പോഴും ഇതുപോലെ കിഴങ്ങ് ഇഷ്ടമാണ് ഉണ്ടാക്കല് കേട്ടോ. ഇങ്ങനെ പുഴുങ്ങിയിട്ട് പിന്നെ കുത്തി ഉടയ്ക്കും. അച്ചു 3-2 എങ്ങാനോ ഭൂരി കഴിച്ചിട്ടു കേട്ടോ. എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞാണ്. അപ്പം എൻ്റെ അമ്മയ്ക്കാണ് അണക്കല്ല എന്നൊക്കെ പറഞ്ഞ് കൊലത്ത് വന്നിരുന്നു. ഓനങ്ങനെ ടി വിക്ക് നോക്കിയിരുന്നു. ഞാൻ അടുത്ത 3 കറിയിൽ ഒപ്പിയിട്ട് അവിടെ കൊടുത്തു. അപ്പം അതൊക്കെ ഇങ്ങോട്ട് കഴിക്കുകയും ചെയ്തു. അവൻ ഒറ്റയ്ക്കാണെങ്കിൽ കറി തൊട്ടടുത്ത് കൂട്ടില്ല കേട്ടോ. അവന് ഈ മഞ്ഞുകാലമൊക്കെ ആയാൽ മുഖത്തുകൂടെ നിറച്ച് വെള്ളക്കുത്ത് വരുമല്ലോ. അപ്പോൾ ഡോക്ടറെ കാട്ടിയപ്പോൾ പ്രത്യേകം ഡോക്ടർ പറഞ്ഞാണ് മഞ്ഞ കളറിലുള്ള ഫ്രൂട്ട്സ് അതുപോലെ മഞ്ഞപ്പൊടിയിട്ട കറികൾ ഒക്കെ അധികം കൊടുക്കണം എന്നുള്ളത്, പച്ചക്കറിയൊക്കെ അധികം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ നിർബന്ധിച്ച് ചെയ്യണു. മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുക. അപ്പം ഇന്ന് ഉണ്ണി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഭൂരി തന്നെയാണ് കൊണ്ടുപോണത്. അവന് സ്കൂളിൽ നിന്ന് ചോറൊന്നും കഴിക്കില്ല അധികം, ഒരു പിടിയൊക്കെ മേടിക്കുള്ളൂ. അവിടുത്തെ കറി ഉപ്പേരിയൊന്നും അവന് അധികം പറ്റൂല. അവിടുത്തെ നല്ല ഇവിടുത്തെയും പറ്റൂല. ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇതുപോലെ ടിഫനൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർക്ക് എന്തെങ്കിലും തിന്നട്ടെ എന്ന്. അപ്പം അങ്ങനെ ഭൂരി കറി ആക്കിയിട്ടുണ്ട് ഒരു ഡപ്പയിൽ. അങ്ങനെ ഓരോ അമ്മമാരെ കുട്ടികളെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരാനായിട്ട് ചീത്ത പറഞ്ഞിട്ടും എന്താ പറയാ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് വീഡിയോയിൽ നിർത്തുന്നത്. അങ്ങനെ ഞാൻ ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് അതൊക്കെ കാണുമ്പോ ഭയങ്കര ഇടങ്ങേറട്ടോ. എന്താണെന്ന് ഞാൻ പറയില്ല, കാരണം മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെ കാണുകയുണ്ടായി ഉണ്ണിയോളേനെ ഇങ്ങനെ നിർബന്ധിച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ട് നിർത്തിക്കുക. നമ്മളിപ്പോ പഠിക്കാത്തതിനൊക്കെ ചീത്ത അറിയൂലേ, അങ്ങനെ കുട്ടികളെ എന്താ ഈ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ സ്വഭാവം മാറിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് വ്ളോഗിലും ഷോർട്സിലൊക്കെ നിർത്തുക. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് എടുക്കുന്നതും യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നതും നമുക്ക് നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ്. അപ്പൊ നമ്മുടെ എത്ര ടാഗ് വരുമ്പോ ടീച്ചർ പറയാറുണ്ട് 50 നമ്മുടെ ഗൂഗിൾ പേ ഇപ്പഴല്ല വരുമ്പോ ഇത്ര മതിയോ കറി? ഇത്ര മതിയോ? ഇവിടെ ആരാ പറയണേ? അപ്പൊ ഞാൻ പറയണ എന്താ വെച്ചാലേ സങ്കടല്ലേ കുട്ടിയോടെ. നമ്മളിപ്പോ നമ്മുടെ ഒരു വരുമാന മാർഗമായിട്ടൊക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളതിന് മെനക്കെട്ട് വർക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ ചാനലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളത് ശരിക്കും വാസ്തവം തന്നെയാണ്. പക്ഷെ നമ്മള് കുട്ടികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും അങ്ങനെ അതുപോലെ എന്താ പറയാ തെറ്റിയിട്ടും ചീത്ത പറഞ്ഞിട്ടൊക്കെ നമ്മള് വീഡിയോയിൽ നിർത്തിക്കുക, അവരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ അവരുടെ ബാല്യത്തോട് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു തെറ്റാണതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഒക്കെ വീഡിയോയിൽ കാണിക്കുകയൊക്കെ ചെയ്യാം അവർക്ക് ഇഷ്ടമാണെങ്കിൽ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചൂസിന് നല്ല ഇഷ്ടമാണ് ഇതുപോലെ വീഡിയോയിലൊക്കെ നിൽക്കണേ, വീഡിയോയിൽ വരണൊക്കെ. ആദ്യം അത്രാണ്ട് വലിയൊരു പിടുത്തൊന്നുമില്ല, എന്നാൽ ഇഷ്ടക്കേടില്ലേ. ചിലപ്പോൾ നമുക്ക് ഒരു മൂഡും ഇല്ലാതിരിക്കും, അമ്മ നമുക്ക് വ്ളോഗ് എടുക്കുക ഷോർട്സ് എടുക്കുക ഒക്കെ പറയും. പിന്നെ ഇപ്പോൾ അവൻ്റെ പ്രായം അതാണല്ലോ, ടീനേജ് പോയല്ലേ. അപ്പോൾ അവൻ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ അമ്മയെ പറയും. വയ്യെങ്കിൽ വേണ്ട, പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. കാരണം ഇത് നമ്മളിഷ്ടം കൊണ്ട് നമ്മുടെ ഒരു വരുമാന മാർഗമൊക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ മറ്റുള്ളവരെ നിർബന്ധിച്ച് കാണിക്കണം എന്നില്ല. ഏട്ടനാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഏട്ടന് ചിലപ്പോൾ ഞാൻ പറയും ഏട്ടാ ഒന്ന് വരും എന്ന് പറഞ്ഞാൽ ഈ പോയിക്കോട്ടെ അവിടെ നിന്ന് ഭ്രാന്തിപ്പിക്കാതെ പറയും. പിന്നെ ഞാൻ വിളിക്കൂല. ഏട്ടൻ നല്ല മൂഡിലാണെങ്കിൽ ഒന്ന് വന്ന് എത്തി വെക്കും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യല്. പക്ഷെ ഞാനിങ്ങനെ ചില വ്ളോഗ് കണ്ടപ്പോൾ അങ്ങനെ ആ ഒരു ഉണ്ണിയോളെ അങ്ങനെ ചീത്ത പറഞ്ഞ വീഡിയോയിൽ നിർത്തുന്ന കണ്ടപ്പോഴേക്കും എൻ്റെ നെഞ്ചിട്ടുള്ളിൽ വല്ലാത്തൊരു വിങ്ങലും വേദനയും. അറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും ആൾക്ക്, അതുകൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓർക്കും അത് എഡിറ്റ് ചെയ്ത് ആ ഒരു ഭാഗം ഡിലീറ്റ് ആക്കിയിട്ടെങ്കിലും ഓർക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഒന്നെങ്കിൽ അതറിയാഞ്ഞിട്ടാണോ അതോ അതൊക്കെ എല്ലാവരും കണ്ടോട്ടെ ഓർത്തിട്ടാണോ, അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് എന്തെങ്കിലും മാനസികമായൊരു സ്ട്രെസ് ഉണ്ടാവും, അങ്ങനെ ചെയ്യാൻ സാധ്യത. പോകാനായില്ലേ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. കൂട്ടത്തില് എന്തിനൊക്കെയോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആരുടെയും വീഡിയോ കൊണ്ട് റിയാക്ട് ചെയ്തതൊന്നുമല്ലേ. കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാകുമ്പോൾ ഞാനത് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ എൻ്റെ അച്ചുക്കുട്ടനെ ഇന്ന് സ്കൂളിലേക്ക് ആക്കട്ടെ. ഞാൻ ആക്കൂല, ആദ്യം
ഇതോന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. തലേക്ക് അങ്ങനെ ഇനിയും കാട്ടിയിട്ട് ഒരാൾ അവൻ്റെ ചങ്ക് പോക്കണ പോലെയൊക്കെ കാട്ടിക്കൂട്ടുക. ഞാൻ പറഞ്ഞു ഇതൊന്നും യൂട്യൂബ് മുതലാളിക്ക് മനസ്സിലാവില്ല, കുട്ടീനെ ആരോ ചങ്ക് പിടിച്ചാണ്, ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്താണ് കോർത്തിട്ട് എൻ്റെ ചാനലിനല്ലേ നല്ല പണി തരും, എൻ്റെ കഞ്ഞിയിൽ പൂഴി വാരിടല്ലേ ചക്ക എന്നൊക്കെ പറഞ്ഞ് ഓനങ്ങനെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ആ കെട്ടിപ്പുറപ്പെട്ടിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് കേട്ടോ. സാരികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്തിനാ എന്നോർത്ത് മാത്രം ഞാനതെല്ലാം വലിച്ചു വാരി എടുത്താണ്. ഈ ബ്ലൗസ് പുതിയതാണ് കേട്ടോ, റെഡിമെയ്ഡ് ബ്ലൗസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആകെ 200 എങ്ങാനോ ആയുള്ളൂ റേറ്റ്. അപ്പോൾ ഈ ഒരു കളറിലേക്ക് ഈ കളർ സാരി നല്ല മേച്ചാ തോന്നിയപ്പോൾ അങ്ങനെ അതൊന്ന് ഉടുത്തയാണേ. പിന്നെ ഇനിയിപ്പോൾ മുടിയുമിക്കൊന്നും ആരും നോക്കണ്ട, നനഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ കോഴിക്കുട്ടി മാരിയാണ്, ഒന്നും ഉണ്ടാവില്ല. അപ്പം ആറിക്കഴിഞ്ഞാൽ ഒരു 4-5 ഇഴയും കൂടെ കൂടുതലുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിതാ കാര്യസാധ്യത്തിൻ്റെ റെസിപ്റ്റൊക്കെ എടുത്തിട്ട് അമ്പലത്തേക്ക് പോവാണ്. അമ്പലത്തേക്ക് പോകാൻ വണ്ടി ഒരു 10 മണിയാകുമ്പോഴത്തേക്കേ വരുള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9 മണി ആവുന്നേ ഉള്ളേ. ഏകദേശം 10 മണിയോടുകൂടെയാണ് കേട്ടോ നമ്മൾ അമ്പലത്തേക്ക് പോയത്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആദ്യം കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അധികം ഇങ്ങനെ എങ്ങടേലൊക്കെ പോകുമ്പോൾ ഇത്തിരി നല്ല ഡ്രസ്സൊക്കെയാണ് ഇട്ടണമെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പറ്റുമാരിയൊക്കെ എടുക്കലുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. അതുപോലെ വഴിപാടുകളെല്ലാം കഴിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. അവിടെ ഇഡ്ഡലി സാമ്പാറുണ്ടായിരുന്നു, അതും കിട്ടിയിട്ട്. ഇഡ്ഡലി സാമ്പാറൊക്കെ വീട്ടിലുണ്ടാക്കിയ 1-2 ഒക്കെ കഴിക്കുള്ളൂ. അമ്പലത്തിൽ നിന്നുണ്ടല്ലോ 4 ഇഡ്ഡലി സാമ്പാറും കഴിച്ചു. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ പച്ചക്കറിക്കാരുടെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചാണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ആക്കാം. ചോറ് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. രാവിലത്തെ പരിപാടി കഴിഞ്ഞ് അങ്ങനെ പോയല്ലേ. അപ്പം ആദ്യം നമുക്ക് അമ്പലത്തിൽ നിന്ന് കൊടുന്ന പ്രസാദം കുറച്ച് കഴിക്കാം. ഈ മാസം 2 കുപ്പി പായസം ഉണ്ട് കേട്ടോ. വെള്ളനേതിയാണ്. ഒരെണ്ണം ആദിയുടെ പേരിൽ കഴിച്ചതും ഒരെണ്ണം പിന്നെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ പേരിൽ കഴിച്ചതാണ് കേട്ടോ. അവള് ഇങ്ങനെ 3 മാസം കഴിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 കുപ്പി പായസം ഉണ്ട്, മദ്യവോളുണ്ട്. അപ്പോൾ ഒരു ഡപ്പത്തെ ഞാനും ആദ്യം കൂടെ ഒരിച്ചെടുത്ത് ഒരു ഡപ്പ അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു, ഏട്ടനും അച്ചൂസിനും കൂടെ. പിന്നെ അപ്പുറം ഇപ്പുറമുള്ളവർക്കൊക്കെ ഓരോന്നെ വഴിപാട് കഴിച്ച പ്രസാദമുണ്ട്. അപ്പോൾ പിന്നെ ആർക്കും കൊടുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാൻ മേടിച്ചു കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം അങ്ങനെ മേശപ്പുറത്തൊന്നും പരത്തിക്കൂട്ടി വെച്ചാണ്. ബീട്രൂട്ടും അതുപോലെ പൊണ്ണങ്കായൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, തോനെയൊന്നുമില്ല. ബീട്രൂട്ടൊന്നും ഇപ്പം ഇന്ന് ആക്കണില്ല, ഇനി നാളെ ആക്കാച്ചു. വഴുതന ഇന്ന് നന്നാക്കി വറക്കണം. പിന്നെ കൂട്ടാനും വെക്കില്ല, കൂട്ടാൻ ഇന്നലത്തെ രസമുണ്ട്. അപ്പോൾ അതൊന്നോട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പണികൾ എളുപ്പമായില്ലോ. അരി ഞാൻ ഒരടുപ്പത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. റേഷനരി ആവ കാരണക്കൊണ്ട് ഞാനതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എന്താ പറയുക നമ്മുടെ തെർമോ കുക്കറിൽ വെക്കും. എന്നിട്ട് അലാറം വെക്കും. അലാറം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും, നെയ്ച്ചോറ് പോലെയാവും. എന്നിട്ട് അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം വാർത്ത് കഴിഞ്ഞാൽ അതുപോലെ കിലകിലേനെ നല്ല ജയ അരി പോലെ ഉതിർന്ന് വലിയ വലിയ വറ്റായിട്ട് കിട്ടും. പക്ഷെ വേവ് കറക്റ്റായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ പണി പാളും കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് കൂട്ടാൻ എന്താ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പരിവാണിത് കേട്ടോ. അതാണ് ഇങ്ങനെ എണ്ണയൊക്കെ നെയ്യുമാരി കെട്ടി നിൽക്കുന്നത്. അതൊന്ന് തിളപ്പിച്ചു. ഇനി വഴുതനങ്ങ നുറുക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇത്തിരി നേരം ഇട്ടേക്കണം. എന്നിട്ടാണ് പിന്നെ അത് ഞാൻ മസാലയൊക്കെ പെനച്ച് വറുക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വണ്ടിയുടെ ഒച്ച കേട്ടു. ഏട്ടൻ്റെ വണ്ടിക്ക് എന്തോ കേടുണ്ട്. അപ്പോൾ ഏട്ടൻ അതിങ്ങനെ ഉമ്മർത്ത് കൊണ്ടുവന്നിട്ടിട്ട് അത് പണിയെടുക്കുകയാണ്. മക്കളും ഏട്ടൻ്റെ ചുറ്റും അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. രസം തിളപ്പിക്കുകയും വഴുതനങ്ങ വറുക്കുകയും ചെയ്ത് ഉച്ചാകുമ്പോൾ ഒപ്പിക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിൽ വഴുതനയൊക്കെ നുറുക്കി റെഡിയാക്കുകയാണ്. അപ്പോൾ അതെല്ലാം നുറുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മർത്തേക്ക് പോയിട്ടോ, ഏട്ടൻ്റെ വണ്ടിക്ക് എന്താ പറ്റി എന്താ പരിപാടിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ്റെ പറയുന്നു വണ്ടിയിൽ മീനുണ്ട്, ഞാൻ എടുക്കാൻ മറന്നു എന്ന്. അപ്പോൾ പിന്നെ വഴുതന എന്തായാലും വറക്കുക എന്നുള്ള ആ സംഭവം ഞാൻ മാറ്റി വെച്ചു. അതിന്ന് ഉപ്പേരി ആക്കാച്ചു. എന്തായാലും നുറുക്കി മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചല്ലേ. ഏട്ടനൊക്കെ ഇഷ്ടം ഉപ്പേരി തന്നെയാണ്. ആദിക്കും അച്ഛനുമാണ് വഴുതന വറവ് തന്നെ വേണം, ഉപ്പേരി തന്നെ വലിയ പിടുത്തല്ല. ആദ്യം കുറച്ചൊക്കെ കഴിക്കും, അച്ഛൻ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വണ്ടിയിൽ നിന്ന് നമ്മുടെ മീനൊക്കെ എടുത്തതാ അടുക്കളയിലെത്തിയിട്ട് ഉപ്പേരി അങ്ങോട്ട് വേഗം അടുപ്പത്ത് വെച്ചു. അത് ഒന്നിളക്കി അടച്ചു വെച്ചു. അപ്പം ഇനി ഒന്നുകൂടെ വെന്തോ എന്നൊക്കെ നോക്കിയിട്ട് ആദ്യം തീ ഓഫാക്കിക്കോളാം. അപ്പം അതൊന്നുകൂടെ ഇളക്കി ഉപ്പൊക്കെ പാകം നോക്കി അതങ്ങനെ അടച്ചു വെച്ചു. വേഗം നമ്മൾ മീനെടുത്ത് ഇങ്ങനെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഏട്ടൻ ഇങ്ങനെ മീനൊക്കെ മേടിക്കുമ്പോൾ വിളിക്കും കേട്ടോ, ഇന്ന മീനാണ് വേണോ എന്നൊക്കെ ചോദിക്കും. അധികം വൈകുന്നേരമാണ് മീൻ കൊണ്ടലും. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് പറയുകയും ചോദിക്കും, ഒന്നും ചെയ്യാണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി. ഞാൻ ഇങ്ങനെ തട്ടുതടുപ്പൻ പണികളൊക്കെ ഒപ്പിച്ച് ഉച്ചച്ചോറാണ്ട് റെഡിയാക്കാമെന്ന് ഓർത്തല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, മത്തിയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളപ്പുറത്ത് പോയി അതെല്ലാം നേരെയൊക്കെയാണ് കേട്ടോ.
അച്ഛയും മകനും കൂടെ വണ്ടിയുടെ എന്തൊക്കെയാണ് കേടുപാടെന്നൊക്കെ നോക്കി അവർക്ക് പറ്റും പോലെയൊക്കെ അത് നേരെയൊക്കെയാണ്. ബാക്കിയുള്ളത് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് നേരെക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വണ്ടി കേടുവരലിന് ഒരു ശമനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. ഓരോ വണ്ടിപ്പണി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മീൻ പണി കഴിഞ്ഞിട്ടുണ്ട്. മീൻ പണി എളുപ്പമായിട്ട് കഴിഞ്ഞു. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞാനേ മീൻ ചട്ടിക്ക് കൊട്ടിയപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? നല്ല തെളിഞ്ഞ നിറമുള്ള നല്ല മീനാണ് തോന്നിയില്ലേ മത്തി മീൻ. അത് വെറും പറ്റിപ്പായിരുന്നു. അതിൻ്റെ മേലെ ഭാഗത്തുള്ള മത്തികൾ മാത്രം നല്ലതും അടിയിൽ മൊത്തം മുള്ളുമെന്ന് ഇങ്ങനെ തോലും കൂടിയും പറഞ്ഞു പോരുന്ന പോലെ ഒരു ചീയലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ചീഞ്ഞിട്ട് പറ്റി അങ്ങോട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ബാക്കി പകുതി എടുത്തിട്ട് പിങ്കൂസിന് മഞ്ഞപ്പൊടി ഇട്ട് അങ്ങനെ വേവിച്ച് വെച്ചു. പിന്നെ തറവാടത്ത് നായക്കുട്ടികൾക്കും വേവിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എട്ടിമടുത്ത് കൊടുത്തു വിട്ടു കേട്ടോ. ബാക്കിയുള്ളതും ഇത്രയേ ഉള്ളൂ. ഇത്രയല്ല ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, അത്രയാണ്. അപ്പോൾ ഇതുപോലെ ഉള്ളിമുളകൊക്കെ അരച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തോന്നിട്ടിട്ടുണ്ട്, കുരുമുളക് പൊടിയൊക്കെ കേടുള്ളതൊക്കെ ഇങ്ങോട്ട് മാറട്ടെ വെച്ചിട്ട്. അപ്പം അതിങ്ങനെ ഒരുപാട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വറക്കാൻ വെച്ചിരിക്കുകയാണേ. പായസം കുടിക്കാൻ ഞാൻ വൃന്ദം കാട്ടിയാലും ആ സമയത്ത് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോരോ പണികൾക്ക് നിന്നിട്ടേ അതിൻ്റെ കാര്യം മറന്നു. അപ്പം എനിക്കും ആദ്യക്കുള്ളത് ഇങ്ങനെ പാത്രത്തിലേക്ക് ആക്കി എടുത്തതാണ്. ഈ വെള്ളനേരിയം പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ ഒരു പായസം ഉണ്ടല്ലോ, തേങ്ങാപ്പൂള് കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സ്വാദുണ്ടാവും. തേങ്ങാപ്പൂള് ഇവിടെ ഉണ്ടാകുന്നില്ല. ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തൊക്കെ ഒന്ന് പോയി എത്തിയമ്പാളി നോക്കിയാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളപ്പണികൾ ഏകദേശമൊക്കെ ഒരുങ്ങി. സമയം 2 മണി 2:15 ആയിരുന്നു. നല്ലോണം വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പുകയാണ്. ഉണ്ണികൾക്ക് കഴിക്കില്ല, അവരിടയ്ക്കിടയ്ക്ക് ഭൂരി കഴിക്കുകൊണ്ടേ. ഏട്ടനും ഇതുപോലെ ഒരു 11 മണിക്ക് വന്നിട്ടാണ് ഭൂരിയും കറിയൊക്കെ കഴിച്ചത്. അപ്പോൾ ആർക്കും വല്ലാണ്ട് വിശപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നേരെ നല്ലോണം വഴുകുകയും ചെയ്തത്. പിന്നെ ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യുമ്പോഴേ എന്തായാലും സമയം കുറേശ്ശെ വഴുകും. ഇത്തിരിയൂടെ നേരത്തെ എണീറ്റ് തുടങ്ങണം. അപ്പോൾ പിന്നെ സമയം കറക്റ്റായി ഇങ്ങനെ വന്നോളും. അപ്പം രസം ഇന്നലത്തെ ആണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വഴുതന ഉപ്പേരി, രസവും അതുപോലെ നല്ല മത്തി വറുത്തതും അടിപൊളിയല്ലേ. അപ്പോൾ അതെല്ലാം കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഊണ് കഴിച്ചിട്ടുണ്ട്. കഴിക്കൽ കഴിഞ്ഞപ്പോൾ മഴ ഇത്തിരി ഒരു ശമനം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്ന് ടൗണിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കൂടി പോകാമെന്ന് ഓർത്തത്. അപ്പോൾ ഏട്ടൻ ടൗണിലേക്ക് പോകേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ടുണ്ട്. എന്നാൽ ഏട്ടൻ്റെ വണ്ടിയിലോട്ട് പോകാമല്ലോ, വെറുതെ ഉണ്ണീനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. ഓനാണെങ്കിൽ ഇനി ഞാൻ ടൗണിൽ കൊണ്ടുപോയാൽ തന്നെ തിരിച്ച് വന്നാൽ അപ്പം തന്നെ ജിമ്മിന് പോവുകയും വേണം. അപ്പോൾ പിന്നെ 2 നടത്താൻ വേണ്ട വെച്ചിട്ട് അങ്ങനെ ഏട്ടൻ്റെ കൂടെയാണ് പോയത്. ഏട്ടൻ ബാങ്കിൻ്റെ അവിടേക്ക് വന്നില്ല, വർക്കിംഗ് ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നെ പകുതി വഴിയിൽ ഇറക്കി വിട്ടു. ഞാനങ്ങനെ SBIയിലൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പിന്നെ അങ്ങനെ ഏട്ടൻ്റെ വണ്ടിയിൽ തന്നെ കയറിയിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ. എന്നിട്ട് വന്നേം പാടുന്ന അയൽക്കൂട്ടമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അയൽക്കൂട്ടത്തിന് പോയേ. അതിൻ്റെ ഇടയ്ക്ക് അച്ചൂസ് സ്കൂളിട്ട് വന്നിരുന്നു. അപ്പോൾ എന്നെ വീട്ടിൽ കാണാത്തതുകൊണ്ട് ഓൻ അയൽക്കൂട്ടം നടക്കുന്ന എൻ്റെ തുണക്കാരത്തിലെ വീടുണ്ട്, അവിടെ വരത്തേക്കും വന്നിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ലേ, പിന്നെ എന്തിനാണ് വന്നേ ചോദിച്ചപ്പോൾ അതല്ല, ഞാൻ അമ്മേനെ ഒന്ന് കൂട്ടാൻ വന്നതാണ്. ഇപ്പോൾ ഒക്കെ ഇങ്ങനെയൊക്കെ വരൂലേ, ഇത്തിരി വലുതായാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല, പിന്നെ നമ്മളെ പിന്നാലെ പിരിങ്ങനെ നടക്കുമോ. ഞാൻ പറഞ്ഞു എൻ്റെ പ്രായത്തിൽ എൻ്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം ഏട്ടൻ മുതിർന്ന് വലുതായപ്പോൾ കണ്ടോ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ടോ, എന്നെ തിരഞ്ഞു വരുന്നുണ്ടോ, അങ്ങനെ ഈ മാറുകട ഉണ്ണി എന്നൊക്കെ അവനോട് പയ്യാരോ സങ്കടമൊക്കെ പറഞ്ഞട്ടോ. അതൊക്കെ പിന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. അതൊക്കെ ഒരു ശീലമാവും, ഓളാവും. അപ്പോഴേ ഞാൻ എൻ്റെ ഉണ്ണിക്കൊരു മഴത്തുള്ളി പറിച്ചു കൊടുത്തേന് കേട്ടോ. ഇതിന് മഴത്തുള്ളി തന്നെ അല്ലേ പറയുക, എനിക്കൊരു ശരിക്കും ഓർമ്മയും കിട്ടണില്ല കേട്ടോ. കണ്ണിലുണ്ണിയോ കണ്ണിലെണ്ണയോ എന്തോ പറയുമല്ലോ, എനിക്കൊരു പിടുത്തവും കിട്ടണില്ലേ. ഇതൊക്കെ പറക്കുന്ന സമയത്തൊക്കെ അത് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടണില്ല. അപ്പോൾ എന്തോ ഒരു കുന്തം. ചെറുപ്പത്തിൽ നമ്മളിത് കണ്ണിലാക്കിയിരുന്നു, ഒരു ജെല്ല് മാറി ഇരിക്കും ഇത്. അപ്പോൾ കഴിഞ്ഞെല്ലാം ഞാനിത് അച്ചൂസിന് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിതുപോലെ 1-2 വരച്ച് അവനിങ്ങനെ കണ്ണിലൊക്കെ ഒഴിച്ചു കൊടുത്ത് പോകുമ്പോൾ പറയുന്നുണ്ട് ശരിക്കും ജെല്ല് മാറിയിട്ടുണ്ടല്ലോ അമ്മ ഇതെന്ന്. എന്തായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യുകയൊന്നും ചെയ്യരുത്, ആരുടെ കണ്ണിലും ഇത് കുത്തി കയറ്റുകയും ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് വിശേഷങ്ങളും ഉള്ള ഒരു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.